ദേവതകളെ കണ്ട് അവരെ പോലെ നമ്മളും സമ്പൂർണ്ണ വ്യക്തിത്വങ്ങൾ ഉടമകളായിട്ട് നമ്മളും മാറണം. അതാണ് ക്ഷേത്ര ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയുന്നത്. അതുകൊണ്ട് തന്നെ പറയാറുണ്ട്, ശ്രീകോവിലിനടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം എന്ന് പറയും. ശുദ്ധി ഉണ്ടായിരിക്കണം. അത് ശാരീരികമായ ശുദ്ധി മാത്രമല്ല, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ശരീരത്തിന്റെ ശുദ്ധി ആവശ്യമാണ്. അതുപോലെ തന്നെ മനസ്സിന്റെ ശുദ്ധിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പാടില്ല. പരചിന്തനം, പരദർശനം, പരദൂഷണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നെഗറ്റീവായ അശുദ്ധമായ ചിന്തകൾ നമ്മൾ അവിടെ നിന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ ആ ക്ഷേത്ര ദർശനം ഗുണത്തേക്കാൾ കൂടുതൽ ദോഷകരമായിട്ടായിരിക്കും ഫലിക്കുക. അതുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ നമ്മളിൽ എന്തുണ്ടായിരിക്കണം? ശുദ്ധ സങ്കല്പങ്ങൾ നമ്മൾ മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. അതുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശനം നടത്താൻ വേണ്ടി വരുമ്പോൾ ആ ഗോപുര നട കടക്കുമ്പോൾ മുതൽ നമ്മളിൽ പരിവർത്തനം ഉണ്ടാകണം. എന്തിന്റെ പരിവർത്തനം? മനസ്സിന്റെ പരിവർത്തനം. ഇതുകൊണ്ട് പണ്ട് മുതൽക്കേ പറയുന്നത്, ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ പുരുഷന്മാർ ഷട്ടൂരണം എന്ന് പറയും. അപ്പൊ അത് ഏത് പുരുഷനാണ്? ദേഹത്തെ നോക്കിയിട്ട് ആ ഒരു സ്ത്രീ പുരുഷ വ്യത്യാസമല്ല. നമ്മൾ എല്ലാ ജീവാത്മാക്കളും പുരുഷന്മാരാണ്. ദേഹമാകുന്ന ബുദ്ധിയുടെ അധികാരിയായതുകൊണ്ട് ആത്മാ പുരുഷനാണ്. അപ്പോൾ ആത്മാവാകുന്ന പുരുഷൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം ദേഹമാണ്. അപ്പൊ നമ്മുടെ ദേഹത്തിന്റെ ബോധത്തെ പൂർണ്ണമായും കളഞ്ഞ് ആത്മബോധത്തിന്റെ തിലകം ചാർത്തി വേണം നമ്മൾ ക്ഷേത്ര ദർശനം നടത്താൻ. എങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. അപ്പൊ നമ്മളിതൊരു പരിവർത്തനം ആവശ്യമാണ്, മനസ്സിന്റെ പരിവർത്തനം. ഇനി നമ്മൾ ക്ഷേത്രത്തിൽ വരുമ്പോൾ ആ ദേവന്മാരുടെ ഗുണങ്ങളെ കാണുക. എന്നിട്ട് ആ ഗുണങ്ങൾ നമ്മളുടെ ഉള്ളിൽ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ആ ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമുക്ക് ദേവതകളുടെ ഗുണങ്ങൾ അറിയണം. ചരിത്രത്തിൽ എപ്പോഴും നമ്മുടെ ഗുണങ്ങളാണ്, കർമ്മങ്ങളെയാണ് നോക്കുന്നത്. അപ്പൊ ദേവതകളുടെ ചരിത്രം പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെ, ദേവതയുടെ കൈ എങ്ങനെയാണ്, നമ്മളുടെ കൈ എങ്ങനെയാണ്? രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ദേവതകളുടെ കൈകൾ എപ്പോഴും വരദമുദ്രയിലാണ്. കാരണം അവരെപ്പോഴും കൊടുക്കുന്നവരാണ്. അവരൊരിക്കലും ഇങ്ങോട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല. അവരെപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ അടുത്ത് എന്തുണ്ടോ അത് കൊടുക്കുന്നവരാണ് ദേവത. പക്ഷെ നമ്മൾ എന്താണ്? നമ്മുടെ യാചനയുടെ കൈയാണ്. നമുക്കൊന്നും പോരാ, അല്ലെ? എത്ര കിട്ടിയാലും നമ്മളത് പറയും ഇനിയും വേണം, അത് വേണം, ഇത് വേണം. നമ്മൾ ആഗ്രഹങ്ങളുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ദേവതകൾ ഒരിക്കലും അങ്ങനെയല്ല. ദേവതകൾ നൽകുന്നവരാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ ഇവിടെ പാലിക്കേണ്ട കുറെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നമ്മളും പാലിക്കാൻ ബാധ്യസ്ഥരാകുന്നു, അല്ലെ? കാരണം ദേവതകൾ അത് പാലിച്ചിരുന്നവരാണ്. നമ്മളൊരു ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ പാലിക്കേണ്ടതായ നിയമങ്ങളുണ്ട്. നമ്മൾ അവിടെ പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നിൽക്കുമ്പോൾ ആ നിയമം പാലിക്കണം എന്ന് പറയുന്നത് പോലെ ക്ഷേത്രത്തിൽ വരുമ്പോൾ നമ്മൾ ഇവിടെ പാലിക്കേണ്ട നിയമങ്ങൾ, കാരണം ദേവതകൾ അത് പാലിച്ചിരുന്നവരാണ്. അപ്പോൾ അവരെ കാണാൻ വരുമ്പോൾ നമ്മളും അവരെ പോലെ ആ നിയമങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നിയമങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നിയമങ്ങൾ നമ്മൾ ഒരിക്കലും എല്ലാത്തിലും മധുരത ഉണ്ടായിരുന്നു. അവരൊരിക്കലും കയ്പായിരുന്നില്ല. അവരൊരിക്കലും മറ്റുള്ളവർക്ക് ദുഃഖം കൊടുത്തിരുന്നില്ല. അപ്പോൾ നമ്മൾ മധുര സംസ്കാരത്തിന് ഉടമകളായിട്ട് മാറണം. അതുപോലെ എന്താണ് കൊടുക്കേണ്ടത്? വിതരണം ചെയ്യണം, പ്രസാദം. കാരണം ഈശ്വരൻ നമുക്ക് തരുന്ന വിശേഷതകൾ അത് നമ്മളുടേതല്ല, അത് ഈശ്വരൻ എനിക്ക് പ്രസാദമായിട്ട് തന്നതാണ്. നമ്മളുടെ ഗുണങ്ങൾ, അതായത് ഡിവിനിറ്റി, അതായത് പവിത്രത, ആ ദിവ്യതയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ദിവ്യത എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരും? വെറുതെ ഒന്നും വരില്ല. അപ്പൊ ദിവ്യത വരണമെങ്കിൽ അതിന് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉയരാൻ സാധിക്കും. ദേവതകളുടെ മുഖം കണ്ടിട്ടില്ലേ? എപ്പോഴും അവരുടെ മുഖം പ്രസന്നമാണ്. അവരുടെ മുഖം എപ്പോഴും വിടർന്നാണിരിക്കുക. അപ്പൊ നമ്മളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എപ്പോഴും പ്രസന്നത, നമ്മുടെ ഉള്ളിൽ സന്തുഷ്ടത ഉണ്ടെങ്കിൽ മാത്രമേ മുഖം വിടാതിരിക്കൂ, പ്രസന്നത ഉണ്ടാവും. അപ്പോൾ ദേവതകളുടെ ജീവിതത്തിൽ എപ്പോഴും സന്തുഷ്ടരായിരുന്നു. അവരെ അത് എന്തിനു വേണ്ടി പറഞ്ഞു? കാരണം നമ്മളുടെ ഓരോരുത്തരുടെയും
ശ്രീമദ് ഭഗവത്ഗീതയില് ഭഗവാൻ അർജുനനെ പഠിപ്പിച്ചു. അപ്പോൾ അർജുനൻ എന്ന് പറയുന്നത് ആരായിരുന്നു? ഒരു സാധാരണ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് അർജുനൻ വിഷാദമഗ്നനായി മോഹമായിരുന്നു അല്ലെ. തൻ്റെ ബന്ധുക്കൾ, തൻ്റെ ഗുരുജനങ്ങൾ, തൻ്റെ സഹോദരങ്ങൾ ഇവരെല്ലാം മരിച്ചു പോകും. അതോടൊപ്പം തന്നെ താനും മരിക്കും. കാരണം ദേഹത്തെയാണ് കാണുന്നത്. ദേഹത്തെ കണ്ടിട്ട് ഈ ദേഹം നശിക്കും. അതുകൊണ്ട് തന്നെ ഞാനും മരിക്കും, എൻ്റെ ബന്ധുക്കൾ മരിക്കും, ഇവരെല്ലാം മരിക്കും. എനിക്കിനി ഒന്നിനോട് മോഹമില്ല, ഞാൻ മോഹത്തെ ജയിച്ചു. അപ്പോൾ മോഹത്തെ ജയിച്ചവരാരാണ്? ദേവതയാണ്. അപ്പോൾ സാധാരണ മനുഷ്യൻ ആരായി? ദേവനായി മാറി. അത് എങ്ങനെ മാറി? ലോകത്തിന്റെ 18 തലങ്ങളിലൂടെ കടന്നു പോയപ്പോഴാണ്. ഇത് തന്നെയാണ് നമ്മൾ ശബരിമലയിൽ പോകുന്നത്. 8 പടി താണ്ടിയായി തത്വം. തത്വം എന്ന് പറയുമ്പോൾ അവിടെ 4 തത്വങ്ങളുണ്ട്. ഒന്ന് ദൈവത്വം, പിന്നെ ദേവത്വം, മനുഷ്യത്വം, അസുരത്വം. ഞാൻ ആരാണ് ആകേണ്ടത് എന്ന ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. ഒരു ലക്ഷ്യം നമുക്ക് വേണം. ഞാൻ ആരാണ് ആകേണ്ടത്? ഒരു ഉപകരണം മാത്രമാണ്. അത് നമ്മൾ ആഹാരം ഉണ്ടാക്കുമ്പോൾ എന്ത് വിചാരിക്കണം? ഞാൻ ഈശ്വരന് വേണ്ടി പ്രസാദം ഉണ്ടാക്കുകയാണ് അല്ലെ. ഭഗവാന് മാനസികമായ ആരോഗ്യം ഉണ്ടാകട്ടെ, ശാരീരികമായ ആരോഗ്യം ഉണ്ടാകട്ടെ. അത് കഴിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു എനർജി ഉണ്ടാവും. പ്രധാനപ്പെട്ട ഒരു പ്രസാദം അശുദ്ധ ഭക്ഷണം കഴിക്കരുത്. നമ്മൾ ശരിക്കും ഭഗവാന്റെ ഓർമ്മയിൽ മാത്രം ഉണ്ടാക്കുന്ന ഭക്ഷണം വേണം കഴിക്കാൻ. അപ്പൊ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈശ്വരനെ അറിയണം. കാരണം ഈശ്വരാർപ്പണമെങ്കിലും നമ്മളെല്ലാം പല പേരിൽ, രൂപത്തിൽ മനസ്സ് കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പൊ നമ്മൾ ആ ഒന്നിനെ അറിയണം. ആ ഒന്ന് ആരാണ്? അപ്പൊ നമുക്കെല്ലാം ജന്മം നൽകിയൊരു അച്ഛനുണ്ട്. അത് നമ്മുടെ ദേഹത്തിന്റെ അച്ഛൻ. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ദേഹത്തിന്റെ അച്ഛൻ ആരാണ് അല്ലെ. അവരവരുടെ അച്ഛനെ അവർക്കറിയാം. പിന്നെ പരമാത്മാവ് ഒരു പരമമായ പ്രകാശമാണ് എന്ന് വെച്ച് ആത്മാവ് ചെറുത്, പരമാത്മാ വലുത്, അങ്ങനെയില്ല. രൂപത്തിൽ രണ്ടുപേരും ഒരേപോലെയാ. കാഴ്ചയിൽ അവിടെ വലിയ വ്യത്യാസമില്ല. എങ്ങനെ പൂജിക്കുന്നു? നമ്മളെല്ലാം ദേവീ ദേവതകളെ എങ്ങനെ പൂജിക്കുന്നത്? ആ ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ രൂപമുണ്ടാക്കി നമ്മൾ ആ രൂപത്തിൽ പൂജിച്ചു അല്ലെ. ദേവതാ സ്വരൂപത്തിൽ നമ്മൾ പൂജിക്കുന്നു. പക്ഷേ ഭാരതീയരായ നമ്മൾ ശിവക്ഷേത്രങ്ങളിൽ വെച്ചിരിക്കുന്നത് എന്താണ്? ശരിക്കും അവിടെ ഈ കല്ലാണ് വെച്ചിരിക്കുന്നത്. ആരുടെ ഓർമ്മ ചിഹ്നമാണെന്ന് ചോദിച്ചാൽ ജ്യോതി സ്വരൂപനായ പരമാത്മാവിന്റെ. കാരണം അവിടെ ഒരു ദേഹത്തിന്റെ രൂപം വെക്കാൻ പറ്റില്ല. കാരണം ഈശ്വരനെ കൊണ്ട് ക്ഷേത്രത്തിൽ കൊണ്ട് വെക്കാൻ പറ്റില്ല. നമുക്ക് പൂജിക്കണം. അപ്പൊ അതിന്റെ രൂപം വേണം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ രൂപം വരയ്ക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു ചുവര് വേണം. എങ്കിലേ വരയ്ക്കാൻ പറ്റും. ചിത്രം വരയ്ക്കണമെങ്കിൽ ഒരു ചുവര് വേണ്ടേ? അതിലാണ് നമ്മൾ അങ്കുഷ്ടാകൃതിയിൽ കല്ലുണ്ടാക്കി ആ കല്ലില് പരമാത്മാ ജ്യോതിയുടെ അടയാളം വരച്ചു. 3 വരയിൽ വെച്ചിട്ടുണ്ട്. സൃഷ്ടി, സ്ഥിതി, സംഹാര, മുക്തി. സൃഷ്ടിയുടെ സ്ഥാപന, വിനാശം, പാലന. അപ്പോൾ ജ്യോതി സ്വരൂപനായ പരമാത്മാവിനെയാണ് ഭാരതീയരായ നമ്മൾ ഭാരതമെമ്പാടും ശിവക്ഷേത്രങ്ങളിൽ ശിവജ്യോതിർലിംഗ രൂപത്തിൽ പൂജിക്കുന്നത്. നമ്മൾ നോക്കൂ, ശിവക്ഷേത്രങ്ങളുടെയൊക്കെ പേരുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എല്ലാ ശിവക്ഷേത്രത്തിനും വ്യത്യസ്തമായ പേരുകളാണ്. അതിന് എത്ര നല്ലത് അല്ലെ. ശിവരാത്രിക്ക് ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യം ഇതാണ്. നമ്മൾ ഉറക്കളിക്കണം. എങ്ങനെ ഉറക്കളിക്കണം? അത് നമ്മൾ എങ്ങനെയെങ്കിലും ഉറക്കളിച്ചാൽ പോരാ അല്ലെ. നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാമിന്റെ മുമ്പിൽ വരുന്നിട്ട് ഞാൻ ശിവരാത്രി വ്രതമായിരുന്നു, ഒരുപോലെ കണ്ണടച്ചില്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആരുടെയും പാപം നശിക്കില്ല. നമ്മൾ 10 പേര് കൂടിയിരുന്നിട്ട് അവിടുത്തെ കാര്യം ഇവിടുത്തെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മളുടെ ആരുടെയും പാപം നശിക്കില്ല. അപ്പൊ നമ്മൾ എങ്ങനെ ഉറക്കളിക്കണം അല്ലെ. ഈശ്വരന്റെ ഓർമ്മയിൽ പൂർണ്ണമായും. അത് നമ്മുടെ ദേഹത്തിന്റെ 2 കണ്ണടഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അതിലല്ല കാര്യം. ഈ സമയം മുഴുവൻ ഇവിടെ രാത്രിയെന്നോ പകലെന്നോ ഇല്ല. ഈ കലിയുഗമാക്കുന്ന രാത്രി, ഈ സമയം മുഴുവൻ ഭഗവാൻ അവതരിച്ചിരിക്കുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കി, ഒരു ദിവസത്തേക്കല്ല, ഇത് വലിയൊരു രാത്രിയാണ് എന്ന് മനസ്സിലാക്കി ഇവിടെ നിരന്തരം നമ്മൾ നമ്മുടെ ആത്മനേത്രം തുറന്നിരിക്കണം. ആത്മനേത്രം ഒരു കാരണവശാലും അടയാൻ പാടില്ല. ശരീരത്തിന്റെ 2 കണ്ണടഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ദേഹത്തിന്റെ അല്ല, ആത്മനേത്രമാണ് നമ്മൾ തുറക്കേണ്ടത്. നമ്മളെ തന്നെ
പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ നശിപ്പിക്കുന്നതല്ല, പക്ഷെ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു അപഗുണത്തെ ഞാൻ ഇന്ന് ഈശ്വരന്റെ മുമ്പിൽ ബലി അർപ്പിക്കുകയാണ്. നമുക്ക് വേണ്ടാത്ത, നമ്മളുടെ ആത്മീയ ഉന്നതിക്ക് തടസ്സമായി നിൽക്കുന്ന ഏതൊരു ചീത്ത സംസ്കാരമാണോ നമ്മുടെ ഉള്ളിലുള്ളത്, അല്ലെ? പലരുടെ ഉള്ളിലും പല സംസ്കാരം ഉണ്ടാകും. ചിലർക്ക് ദേഷ്യമായിരിക്കാം, അല്ലെ? ഇതൊക്കെ ചെലവാക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. 23 മണിക്കൂർ നിങ്ങൾ അവർക്ക് വേണ്ടി മാറ്റിവെച്ചുകൊള്ളൂ. കേവലം അതിൽ നിന്ന് ഒരേ ഒരു മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചുകൂടെ? നിങ്ങളുടെ ആത്മീയ ഉന്നതിക്ക് വേണ്ടി മാറ്റിവെച്ചുകൂടെ? കാരണം നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂടെ വരുന്ന ആ 1 മണിക്കൂറിന്റെ പുണ്യം മാത്രമേ നമ്മുടെ കൂടെ വരൂ, വേറൊന്നും നമ്മുടെ കൂടെ. ഈ ലോകത്ത് നമ്മൾ ഇനി എത്രയൊക്കെ സമ്പാദിച്ചു കൂട്ടിയാലും, നിങ്ങളുടെ ബാങ്കിൽ എത്രയൊക്കെ അക്കൗണ്ട് ഉണ്ടെന്നാലും പറഞ്ഞാലും, ഇതൊന്നും നിങ്ങളുടെ കൂടെ 5 പൈസ പോലും നമ്മുടെ കൂടെ വരില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ്